സിംഗപ്പൂരിലോട്ട് ഒറ്റ കമ്പനികളും ഡയറക്റ്റ് ആയിട്ട് വിസ കൊടുക്കുന്നില്ല. എൻ്റെ ഇൻബോക്സിൽ ഇപ്പോൾ കുറേ പേര് ഓഫർ ലെറ്ററുകൾ അയച്ചു തന്നിട്ട് ഇത് ഒറിജിനലാണോ ഫേക്ക് ആണോ എന്ന് ചോദിച്ചിട്ട് കുറേ മെസ്സേജുകൾ അയക്കുന്നുണ്ട്. ഈ അയച്ചു തന്നിരിക്കുന്ന ഓഫർ ലെറ്റർ എന്നൊക്കെ കമ്പനിയുടെ വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത് മൊത്തം AI കോപ്പി ചെയ്തിട്ട് വെച്ചേക്കുന്ന ഡീറ്റെയിൽസ് ആണ്. അതിൽ തന്നെ അക്ഷരപ്പിശകുകൾ കുറേ അധികം ഉണ്ട്. പിന്നെ അതിൽ ഓരോ ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുമ്പം വേറെ പേജിലോട്ടൊന്ന് റീലോഡ് ചെയ്യാതെ സെയിം പേജിൽ നിങ്ങൾ റീലോഡ് ചെയ്തിട്ട് സെയിം ഡാറ്റകൾ തന്നെ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ തന്നെ മനസ്സിലാക്കാം ഇത് ഫേക്ക് ആണെന്നുള്ളത്. പിന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ഇതുപോലത്തെ ഫേക്ക് ഓഫർ ലെറ്റർ ഉണ്ടാക്കാനായിട്ട് വലിയ പാടൊന്നുമില്ല. എൻ്റെ തന്നെ എനിക്ക് കുറേ പേര് അയച്ചെന്ന ഫേക്ക് ഓഫർ ലെറ്ററുകൾ കുറേ ഇരിപ്പുണ്ട്. അതുകൊണ്ട് നിങ്ങളൊരു ഓഫർ ലെറ്റർ അയച്ചെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും എനിക്കിത് ഒറിജിനലാണോ ഫേക്ക് ആണോ എന്ന് പറയാനായിട്ട് പറ്റത്തില്ല. നിങ്ങൾക്കൊരു ഓഫർ ലെറ്റർ കിട്ടിയെന്ന് വിചാരിച്ചിട്ട് ഇത് ഒറിജിനലാണെന്ന് വെച്ചിട്ട് ഇരിക്കുകയും ചെയ്യരുത്. ഓഫർ ലെറ്റർ കിട്ടിയും അതുകൊണ്ട് ജോബും കിട്ടിയും ഇനി വിസയും കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ആരും ഇതിൻ്റെ പിന്നാലെ പ്രതീക്ഷ വെച്ചിരിക്കരുത്. സിംഗപ്പൂരിലോട്ട് ഒരു ജോബ് കിട്ടിയെന്ന് പറയുമ്പോൾ ഓഫർ ലെറ്റർ കിട്ടുന്നതിനേക്കാളും പ്രധാനം വിസ കിട്ടുക എന്നുള്ളതാണ്. ഈ വിസയ്ക്ക് മുന്നേ ഈ ഏജൻസിക്കാർ കാശ് വയ്ക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ ഇത് ഏകദേശം ഒരു സ്കാം പരിപാടിയാണ്. സിംഗപ്പൂരിലോട്ട് ഒറ്റ കമ്പനികളും ഡയറക്റ്റ് ആയിട്ട് വിസ കൊടുക്കുന്നില്ല. അതായത് ഗവൺമെൻറ് ആർക്കും ഡയറക്റ്റ് വിസ ഒന്നും കൊടുക്കുന്നില്ല. വിസയ്ക്ക് മുന്നേ ഈ ഒരു കമ്പനി ജോലിക്ക് എടുത്തയാളുടെ ബേസിക് സാലറി, ആളുടെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് തുടങ്ങിയ കുറച്ച് എലിജിബിലിറ്റി കാര്യങ്ങളൊക്കെ ഗവൺമെൻറ്റിലോട്ട് അപ്ലോഡ് ചെയ്യും. തുടർന്ന് സിംഗപ്പൂരിലെ ഗവൺമെൻറ് ഇതെല്ലാം പരിശോധിച്ച് ഈ ഒരാൾക്ക് ഈ കമ്പനി പറഞ്ഞ സാലറിയിൽ വർക്ക് ചെയ്യാനായിട്ടുള്ള എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ IPA ലെറ്റർ എന്ന് പറഞ്ഞൊരു സംഭവം അപ്രൂവ് ചെയ്യും. ഈ IPAയുടെ ഫുൾ ഫോമാണ് ഇൻ പ്രിൻസിപ്പിൾ അപ്രൂവൽ ലെറ്റർ. ഇതൊരിക്കലും വർക്കിംഗ് വിസയല്ല. ഇത് സിംഗപ്പൂർക്ക് വന്ന് ബാക്കി കാര്യങ്ങൾ, അതായത് സിംഗപ്പൂരിലോട്ട് വന്ന് ഹെൽത്ത് ചെക്കപ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ ബാക്കി ഉണ്ടാവും. ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സിംഗപ്പൂർ ഗവൺമെൻറ് ഒരു മാസത്തേക്ക് അല്ലെങ്കിൽ അതിന് നിശ്ചിതമായൊരു സമയത്തേക്ക് അതായത് ജോലി കിട്ടിയ ആൾക്ക് സിംഗപ്പൂരിലോട്ട് വരാനുള്ളൊരു എൻട്രി പാസ് മാത്രമാണ്. തുടർന്ന് ഈ IPAയിൽ സിംഗപ്പൂരിൽ എത്തി ബാക്കി പ്രൊസീജിയറുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് വർക്കിംഗ് വിസ ആയിട്ടുള്ള ഒരു കാർഡ് കിട്ടുമ്പോഴാണ് ശരിക്കും വിസ ആയിട്ട് നമുക്ക് സിംഗപ്പൂർ വർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഈ സ്കാമൊക്കെ തടയാനായിട്ട് ഈ ഗവൺമെൻറ് ഈ IPA എന്ന് പറഞ്ഞ സംഭവത്തിന് ഈ ഒരു കമ്പനി അപ്ലൈ ചെയ്തിട്ടുണ്ടോയെന്നൊക്കെ എല്ലാവർക്കും അറിയാനായിട്ട് ഒരു വെബ്സൈറ്റ് സംഭവമൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഡീറ്റെയിൽസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ IPA അല്ലെങ്കിൽ നിങ്ങളുടെ വിസയ്ക്ക് വേണ്ടിയിട്ട് കമ്പനി അപ്ലൈ ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റും. കുറേ ഏജൻസികൾ ചുമ്മാ ഇവർക്ക് ഓഫർ ലെറ്റർ അയച്ചു കൊടുത്തിട്ട് ഏജൻസി ഫീ, വിസ ഫീ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാശ് മേടിച്ചിട്ട് കുറേ പേരെ പറ്റിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഈ ഒരു ലിങ്കിൽ കയറിയിട്ട് നിങ്ങളുടെ IPAയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു കമ്പനി അപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. അതിൻ്റെ അകത്ത് സ്റ്റാറ്റസ് ഇൻവാലിഡ്, നോ റെക്കോർഡ്സ് എന്നൊക്കെ ആണെങ്കിൽ കമ്പനി ഇതുവരെ നിങ്ങളുടെ വിസയ്ക്ക് അല്ലെങ്കിൽ IPAയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടില്ല. ഇനി അതിൻ്റെ അകത്ത് പ്രോസസ്സിംഗ് എന്നാണെങ്കിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഇതുവരെ അപ്രൂവ് ആയിട്ടില്ല. അതിൻ്റെ അകത്ത് അപ്രൂവ് എന്ന് കാണിക്കുകയാണെങ്കിൽ നിങ്ങളുടെ IPA അപ്രൂവ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് IPA വെച്ചിട്ട് സിംഗപ്പൂരിലോട്ട് വരാം. ബാക്കി പ്രൊസീജിയറുകൾ കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് സിംഗപ്പൂർ ഏത് വർക്ക് പാസിനാണോ അപ്ലൈ ചെയ്തിട്ടുള്ളത് ആ വർക്ക് പാസിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് IPAയ്ക്ക് വേണ്ടിയിട്ട് കമ്പനി അപ്ലൈ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ടുള്ള ലിങ്ക് വേണമെങ്കിൽ താഴെ എൻ്റെ കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ നിങ്ങൾക്ക് ആ ലിങ്ക് ഒന്ന് അയച്ചു തരാം.